നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻസൈംസ് ആൻഡ് കോഎൻസൈംസ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങളുടെ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ഒരു പോയിന്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ എന്നുള്ളത്. നിർബന്ധമായിട്ടും പക്ഷെ നമ്മളിത് പഠിച്ചിരിക്കണം. കാരണം അത് എൻസൈമിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻസൈം പഠിക്കുന്ന ആള് നിർബന്ധമായിട്ടും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ പഠിച്ചിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമോ ഇല്ലേ എന്നുള്ളത് I don't know, but it's an important concept that you have to learn and you must have to learn. Okay, factors affecting enzyme action. So I did not make any condensed slides. I will be just describing what are the main factors which will be affecting the rate of enzyme action. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഒന്ന് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. മൂന്നാമത്തത് pH. ഓക്കെ, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് വിച്ച് വിൽ ബി അഫക്റ്റിംഗ് ദി റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, ഒന്ന് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്, 2 ടെമ്പറേച്ചർ ആണ്, 3 pH ആണ്. ഓക്കെ, അപ്പം ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. നമ്മൾ എൻസൈം കോൺസെൻട്രേഷൻ നമുക്ക് മെൻഷൻ ചെയ്യും, പക്ഷെ ഞാനിവിടെ എഴുതുന്നില്ല. ഓക്കെ, ഇപ്പം ഒന്നാമത്തെ കേസിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നമുക്ക് എടുക്കാം. ഈ 3 ഫാക്ടേഴ്സും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, സോ ഒന്നാമത്തെ കേസിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദാറ്റ്. അപ്പം ഇത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണെന്ന് വിചാരിക്കുക. And as far as you go this side, it will be increasing, and this is the velocity, that means the rate of enzyme action. അപ്പോൾ നമ്മൾ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. എന്താണ്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അതിന് പാരലായിട്ട് ആരും കൂടും? റേറ്റ് ഓഫ് എൻസൈം ആക്ഷനും കൂടും. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുള്ളൂ, അതിൽ കൂടില്ല. അപ്പോൾ ആ പോയിന്റ് വരെ എന്താണ്? കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സബ്സ്ട്രേറ്റിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ വെലോസിറ്റിയും കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. ബട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് വെലോസിറ്റി കൂടില്ല. എന്തുകൊണ്ടായിരിക്കും ഇതിനപ്പുറത്തേക്ക് വെലോസിറ്റി കൂടാത്തത്? ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വി മാക്സ് എന്നായിരിക്കും. ഈ പോയിന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക വി മാക്സ്. ദാറ്റ് മീൻസ് മാക്സിമം വെലോസിറ്റി. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു അവിടെ ഒരു സ്റ്റാറ്റിക് ആയിട്ട് മാറിപ്പോയത്? ബിക്കോസ് നമുക്കറിയാം ഓരോ എൻസൈമിലും എന്തുണ്ട്? ആക്റ്റീവ് സൈറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങളൊരു റിയാക്ഷൻ മീഡിയ എടുക്കുകയാണെങ്കിൽ അതിൽ ഫോർ എക്സാമ്പിൾ 100 എൻസൈംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് എ നമ്പർ. ഓക്കെ, 100 എൻസൈംസ് മാത്രമല്ല, ഇത് കൂടുതലൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാണ്, 100 എൻസൈംസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി അതിനെന്തുണ്ടാവും? 100 ആക്റ്റീവ് സൈറ്റും ഉണ്ടാവും. ഓക്കെ, അപ്പം ആദ്യത്തെ 10 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രോഡക്റ്റ് 20 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്താലുണ്ടാവും അല്ലെ. ആദ്യത്തെ 10 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ 10 പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് 10 സെക്കൻഡ് എടുത്തെങ്കിൽ 20 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തിട്ട് അത് പ്രോഡക്റ്റ് ആവാനും എത്ര എടുക്കുള്ളൂ? 10 സെക്കൻഡ് എടുക്കുള്ളൂ. ഓക്കെ, 20 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തിട്ട് അത് 20 പ്രോഡക്റ്റ് ആയിട്ട് മാറാനും 10 സെക്കൻഡ് മാത്രമേ എടുക്കുള്ളൂ. കാരണം എന്താണ്? ഇവിടെ എത്ര ആക്റ്റീവ് സൈറ്റ് ഉണ്ട്? 100 ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. അപ്പൊ അൾട്ടിമേറ്റ്ലി ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് 10 കൂടി കൂടി പോകുന്നു. അപ്പൊ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനനുസരിച്ചിട്ട് കൂടുന്നുണ്ട് അല്ലെ. എന്താ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് പെർ എ ടൈം. സെക്കൻഡ് ആവാം, മിനിറ്റ് ആവാം. അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് ടൈമിൽ എത്ര പ്രോഡക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? സബ്സ്ട്രേറ്റ് 10 ആയിരുന്നപ്പോൾ 10, സബ്സ്ട്രേറ്റ് കൂട്ടി 20 ആയിരുന്നപ്പോൾ 20 ആയി അല്ലെ. അപ്പൊ അതിന് പാരലായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് റേറ്റ്. ഞാനിനി ഇങ്ങനെ ആഡ് ചെയ്ത് പോയപ്പോ 101ാമത്തെ സബ്സ്ട്രേറ്റിന് ആഡ് ചെയ്തു, 100ാമത്തെ സബ്സ്ട്രേറ്റിന് ആഡ് ചെയ്തു. 100 സബ്സ്ട്രേറ്റ്, നമ്മളുടെ കേസിൽ എത്ര എൻസൈം ഉണ്ട്? 100 എൻസൈമും 100 ആക്റ്റീവ് സൈറ്റ്സും ആണുള്ളത്. അപ്പൊ 100 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ 10 സെക്കൻഡ് കൊണ്ട് 100 പ്രോഡക്റ്റ് ഉണ്ടായി. ഇനി 101ാമത്തെ
സബ്സ്ട്രേറ്റിനെ ഞാൻ ആഡ് ചെയ്തു. 101 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും 10 സെക്കൻഡ് കൊണ്ട് എത്ര ഉണ്ടാവുള്ളൂ? 100 പ്രോഡക്റ്റ് തന്നെ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണത്? ബിക്കോസ് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ആക്റ്റീവ് സൈറ്റേ ഉള്ളൂ അല്ലെ. ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിന് ആക്റ്റീവ് സൈറ്റ് വേണം. അപ്പൊ 101ാമത്തെ ആക്റ്റീവ് സൈറ്റ് അവിടെ അവൈലബിൾ അല്ല. സോ നിങ്ങൾ 101 സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും 100 എണ്ണത്തിനെ മാത്രമേ കൺവേർട്ട് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് സൈക്കിളിൽ എന്ത് പറ്റും? വീണ്ടും പുതിയ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ അറ്റ് എ ടൈം 100 എണ്ണം മാത്രമേ പോസിബിൾ ആയി. ഇപ്പൊ 101ാമത്തത് ആഡ് ചെയ്താലും എത്ര പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ? 100 ഉണ്ടാവുള്ളൂ. 110 ആഡ് ചെയ്താലും എത്ര പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ? 100 ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണത്? അത്രയും ആക്റ്റീവ് സൈറ്റേ ബാക്കിയുള്ളൂ. സോ നമുക്ക് പറയാം, ഇങ്ങനെ ഒരു വിമാക്സ് വാല്യൂല് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് നീണ്ടു പോകാനുള്ള റീസൺ എന്താണ്? അല്ലെ, വിമാക്സ് വാല്യൂല് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ഇങ്ങനെ പോകാനുള്ള കാരണം ബിക്കോസ് ഓൾ ആക്റ്റീവ് സൈറ്റ്സ് ആർ സാച്ചുറേറ്റഡ്. ഓക്കെ, എല്ലാ ആക്റ്റീവ് സൈറ്റ്സും സാച്ചുറേറ്റഡ് ആയി. ഇനി പുതിയതായിട്ടുള്ള ഒരു ആക്റ്റീവ് സൈറ്റ് ഇല്ല, ഫുള്ളും കംപ്ലീറ്റ് ആയി. അതുകൊണ്ടാണ് വിമാക്സിന് ശേഷം എത്ര സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, വിമാക്സ് കിട്ടിയല്ലോ. ഇനി നിങ്ങൾ ഹാഫ് വിമാക്സ് എടുത്തേ, അതായത് വിമാക്സിന്റെ നേരെ പകുതി എടുക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഇവിടെ വരും എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഞാൻ നമ്മളെന്ന് വിളിക്കുക ഹാഫ് വിമാക്സ്. ഓക്കെ, ഹാഫ് വിമാക്സ്. ഇതിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈന് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലേക്ക് വരച്ചാല് ഇത് എവിടെയാണോ വന്ന് മുട്ടുന്നത് ഈ വാല്യൂനെയാണ് നമ്മൾ km വാല്യൂ എന്ന് പറയാം, മെക്കലീസ് മെന്റൻ കോൺസ്റ്റന്റ്. അപ്പൊ എങ്ങനെയാ km വാല്യൂനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? നോക്കിയാൽ നിങ്ങൾ ഹാഫ് വിമാക്സിന്റെ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലേക്ക് ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ എവിടെയാണോ മുട്ടുന്നത് ആ വാല്യൂനാണ് km വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാല്യൂയിൽ ഇവിടെ എന്താ ഉള്ളത്? സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് km വാല്യൂനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. Okay, it is the substrate concentration at which the rate of enzyme action is half of the maximum velocity. അതിനെയാണ് നമ്മൾ km വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിലാണോ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഹാഫ് ഓഫ് ദി മാക്സിമം വാല്യൂ ആവുന്നത് ആ ഒരു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെയാണ് നമ്മൾ km വാല്യൂ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അപ്പം നോക്കാം, നിങ്ങൾ km വാല്യൂ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം വെലോസിറ്റീന്റെ പകുതി എത്തണമെങ്കിൽ അത്രയധികം സബ്സ്ട്രേറ്റ് ആഡ് ചെയ്യണം. km വാല്യൂ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മാക്സിമം വെലോസിറ്റീന്റെ പകുതി എത്തണമെങ്കിൽ വളരെ കുറച്ച് സബ്സ്ട്രേറ്റ് മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? എൻസൈമിന്റെ സ്പെസിഫിസിറ്റി ആണ് അല്ലെ. എൻസൈം ഒരു സബ്സ്ട്രേറ്റുമായിട്ട് മാക്സിമം സ്പെസിഫിക് ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ തന്നെ മാക്സിമം വെലോസിറ്റി കിട്ടും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ km വാല്യൂ കുറയുക എന്ന് പറയുന്നത് എന്തിനാ സൂചിപ്പിക്കുന്നത്? എൻസൈമിന്റെ സബ്സ്ട്രേറ്റിലേക്ക് എൻസൈമിന് ഹൈ സ്പെസിഫിസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പം km വാല്യൂ സ്പെസിഫിസിറ്റി എങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുക? ഇഫ് ദർ ഈസ് ഹൈ km വാല്യൂ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. ഹൈ km വാല്യൂ ലോ സ്പെസിഫിസിറ്റി വിൽ ബി ദർ. ഓക്കെ, ആൻഡ് ഇഫ് ദ km വാല്യൂ ഈസ് ലോ it shows the high specificity of enzyme to its substrate. ഇത് മറന്നു പോകരുത്. ഓക്കെ, ഈ ഗ്രാഫ് നിങ്ങൾ ഓർമ്മിക്കണം. ഇങ്ങനെയാണ് നിങ്ങൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഒരു എൻസൈം ആക്ഷനെ മാറ്റുന്നത് എന്നുള്ളത് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ km വാല്യൂ മെൻഷൻ ചെയ്യണം, ഹാഫ് വിമാക്സ് മെൻഷൻ ചെയ്യണം, വിമാക്സ് മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ട് വിമാക്സിന് ശേഷം അതിന് കൂടുതലായിട്ട് വെലോസിറ്റി കൂടുന്നില്ല, റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ കൂടുന്നില്ല എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുക. ക്ലിയർ ആണല്ലോ? അപ്പൊ km വാല്യൂവിന്റെ സിഗ്നിഫിക്കൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി എൻട്രൻസ് എക്സാമിന്റെ സമയത്ത് ഈ ഒരു റിലേഷൻ വെച്ചിട്ടുള്ള ചോദ്യം ഉണ്ടാവും. ഹൈ km വാല്യൂ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് km വാല്യൂം എൻസൈമിന്റെ സ്പെസിഫിസിറ്റിയും എന്നുള്ളത്. നൗ സെക്കൻഡ് ഫാക്ടർ എന്താ നമ്മൾ പറഞ്ഞത്? ടെമ്പറേച്ചർ ആണ് അല്ലെ. ടെമ്പറേച്ചർ എന്നുള്ളതിന് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കാം, നിങ്ങൾ ഇങ്ങനെയാണ് ഗ്രാഫ് പോവുക. ഓക്കെ, ഇത് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ നേരത്തെ കാണിച്ചതുപോലെ, ആൻഡ് ദിസ് വിൽ ബി വെലോസിറ്റി.
sorry, it's not substrate concentration, this will be temperature. Okay, നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആണ് പറയുന്നത്, ടെമ്പറേച്ചർ ആണ് പറയുന്നത്. So this is actually temperature. Okay, temperature. That means when you are moving here from here to there, it will be increasing. So at the initial stage, when there is increasing temperature, there will be an increasing velocity of the rate of enzyme or velocity of the enzyme reaction. Then ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നീട് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് താഴോട്ട് പോകും. അപ്പം ഈ ഒരു പോയിന്റിന് നമുക്കൊന്ന് വിളിക്കാം ഹാഫ് മാക്സ് വി മാക്സ് എന്ന് തന്നെ വിളിക്കാം. പക്ഷെ പി എച്ചിന്റെ ടെമ്പറേച്ചറിന്റെ ടേംസിൽ ഈ ഒരു പോയിന്റിന്, അതായത് ഇവിടെ നിന്നുള്ള ഈ ഒരു പോയിന്റിന് ഇത് എന്താണ്? വി മാക്സ് ആണ്. വി മാക്സിൽ എത്തുന്ന ടെമ്പറേച്ചറിലേക്കുള്ള പോയിന്റ്, ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്നുള്ളത്. പേര് മറന്നു പോകരുത്, ഒപ്റ്റിമം ടെമ്പറേച്ചർ. അപ്പൊ എന്താ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഈസ് മാക്സിമം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപ്റ്റിമം ടെമ്പറേച്ചർ. അപ്പൊ ഒരു സ്പെസിഫിക് എൻസൈം എടുക്കുകയാണെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണോ മാക്സിമം വെലോസിറ്റിയിൽ എൻസൈം റിയാക്ഷൻ നടക്കുന്നത്, ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ആ എൻസൈമിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടെമ്പറേച്ചർ ഒപ്റ്റിമം എന്നുള്ളത് ഇറ്റ് വിൽ ബി സ്പെസിഫിക് ഫോർ ഈച്ച് എൻസൈം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എൻസൈമിന്, എ എന്ന് പറയുന്ന എൻസൈമിന് ടെമ്പറേച്ചർ ഒപ്റ്റിമം ടെമ്പറേച്ചർ 37 ആണെങ്കിൽ ബിക്ക് ചിലപ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഓരോ എൻസൈമിനനുസരിച്ചിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ എൻസൈം എടുത്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു. ടാക് പോളിമറൈസ് എന്ന് പറയുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിക്കുന്ന, അല്ലെ, PCR ഉപയോഗിക്കുന്ന ടാക് പോളിമറൈസിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേസമയം ഹ്യൂമൻ ബീയിങ്സിന്റെ കേസിലുള്ള DNA പോളിമറൈസിന് എത്രയാ? ഓക്കെ, 37 ഡിഗ്രിയാണ് അതിന്റെ മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. DNA പോളിമറൈസ്, ഹ്യൂമൻ DNA പോളിമറൈസിന് പോളിമറൈസിന് 44 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അത് ഡീനേച്ചർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ വേറൊരു പോയിന്റ് മനസ്സിലാക്കാം. ടെമ്പറേച്ചർ 0യിൽ നിന്ന് ഓരോ 10 ഡിഗ്രി ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും? The velocity of the enzyme reaction doubles. Okay, so for each 10 degree Celsius increase, there will be doubling of enzyme reaction, velocity of the or rate of enzyme action for each 10 degree Celsius. എത്ര വരെ? up to optimum. ഓരോരുത്തർക്കും മാറ്റായിരിക്കും അപ് ടു ഒപ്റ്റിമം. എന്ന് വെച്ചാൽ 0 ഡിഗ്രിയിൽ നിന്ന് ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുന്തോറും ഓരോ 10 ഡിഗ്രിക്കും അതിന് മുമ്പുള്ള 10 ഡിഗ്രിയേക്കാൾ എൻസൈം റിയാക്ഷന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡബിൾ ആയിരിക്കും. എത്ര വരെ ഇത് പോകും? ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ. ഇനി ഒപ്റ്റിമം ടെമ്പറേച്ചറിന് ശേഷം ഇറ്റ് വിൽ കം ഡൗൺ. ഒപ്റ്റിമം ടെമ്പറേച്ചറിന് ശേഷം അത് താഴോട്ട് വരും. ഇനി അറ്റ് ഹൈ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? എൻസൈം ഡീനേച്ചേഴ്സ്. എന്താ ഡീനേച്ചറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻസൈം ഡീനേച്ചർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർമനന്റ് ലോസ് ഓഫ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് ദി ഡീനേച്ചറേഷൻ. ഇപ്പൊ ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത് പ്രോട്ടീന്റെ കേസിൽ പറയുന്ന ഒരു വാക്കാണ്. നമ്മളിപ്പോ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെ, മുട്ടന്റെ ആൽബുമിൻ നോക്കുക നിങ്ങൾ. പുഴുങ്ങുന്നതിന് മുമ്പ് എന്താണത്? അല്ലെ, ഒരു ലിക്വിഡ് ഫോമിലാണ്, സെമി ലിക്വിഡ് ഫോമിലാണ്, ട്രാൻസ്പെറന്റ് ആണ്. അത് പ്രോട്ടീൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ആൽബുമിൻ. അതേസമയം നിങ്ങൾ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം എന്തായി? ഒരു വൈറ്റ് കളേർഡ് സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ട് അത് മാറി, അല്ലെ. പിന്നീട് നിങ്ങൾക്ക് തിരിച്ച് തണുപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആൽബുമിൻ പഴയ ലിക്വിഡ് ഫോമിലേക്ക്, ട്രാൻസ്പെറന്റ് ഫോമിലേക്ക് മാറുമോ? ഇല്ല. അപ്പൊ പെർമനന്റ് ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ ലോസ് ചെയ്തു, പ്രോട്ടീൻ ലോസ് ചെയ്തു. അപ്പൊ അതിനെയാണ് ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. അപ്പം ആൽബുമിൻ ചൂടാക്കുമ്പോൾ കട്ടിയായിട്ട് പോകുന്നത് പോലെ എൻസൈമിന്റെ കേസിലാണെങ്കിലും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ പെർമനന്റ് ആയിട്ട് ലോസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. അത് പ്രോട്ടീന്റെ കേസിലും എൻസൈമിന്റെ കേസിലും എൻസൈം പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് നടക്കും. അപ്പൊ ഈ കാര്യങ്ങളാണ് നിങ്ങൾ ടെമ്പറേച്ചറിന്റെ കേസിൽ ഓർമ്മിക്കേണ്ടത്. അടുത്ത ഫാക്ടർ എന്താണ്? pH ആണ്. pH എടുക്കുകയാണെങ്കിലും സെയിം
ഗ്രാഫ് തന്നെയാണ് നിങ്ങൾ വരക്കേണ്ടത്. ടെമ്പറേച്ചറിന് പകരം എന്ത് ചെയ്താൽ മതി? pH എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ടെമ്പറേച്ചറിന് പകരം pH എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പം ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾ ഇതേപോലെ പോകും ആൻഡ് ഇറ്റ് വിൽ കം ഡൗൺ. അപ്പോൾ ഇത് Vmax ആണ്. Vmax നേരെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന pH വാല്യൂവിനെ നമ്മൾ എന്ത് വിളിക്കും? ഒപ്റ്റിമം. So enzyme action will be increasing when there is increasing temperature towards the optimum, increasing pH towards the optimum, and it will be coming down on both sides from the optimum pH. Okay, ഇപ്പം optimum pH ന് രണ്ട് വശത്തേക്ക് പോയി കഴിഞ്ഞാലും അതിന്റെ ആക്ഷൻ വെലോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഒപ്റ്റിമം pH-ലായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താ ഒപ്റ്റിമം pH? ദ pH at which the rate of enzyme action is maximum. അപ്പൊ നോക്കാം, നിങ്ങൾക്ക് ഒപ്റ്റിമം pH ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ എൻസൈമിനും മാറ്റായിരിക്കും. ഓക്കെ, പെപ്സിൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന എക്സാമ്പിൾ ആണ് പെപ്സിനും ട്രിപ്സിനും. ഓക്കെ, പെപ്സിൻ നമുക്കറിയാം സ്റ്റൊമക്കിലുള്ളതാണ് അല്ലെ, ആൻഡ് the trypsin will be in intestine. ഓക്കെ, നിങ്ങൾ സ്റ്റൊമക്കിന്റെ pH എത്രയാ? 1.5 to 2.2 ആണ് അല്ലെ. ഇതിന്റെ കേസിലാണെങ്കിലോ 7.5 to 8.2 ആണ് ഇൻഡസ്ട്രീന്റെ കേസിൽ. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയാൽ നിങ്ങൾ പെപ്സിൻ ഏത് pH-ലാണ് മാക്സിമം വർക്കിംഗ് കാണിക്കുക? ആസിഡിക് pH-ലാണ് അല്ലെ. അതേസമയം ഇയാളോ ആൽക്കലൈൻ pH-ലാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ പെപ്സിന്റെ ഒപ്റ്റിമം pH-ഉം ട്രിപ്സിന്റെ ഒപ്റ്റിമം pH-ഉം രണ്ടാളും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം ആയിട്ട് കൂടി മാറുന്നത് കാണാം അല്ലെ. രണ്ടിന്റെയും pH മാക്സിമം വെലോസിറ്റി കിട്ടുന്ന pH എന്ന് പറയുന്നത് മാറ്റമാണ്. രണ്ടാളും ഡൈജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടാളും ആക്ട് ചെയ്യുന്നത് സെയിം സബ്സ്ട്രേറ്റിലാണ്, സെയിം റിയാക്ഷൻ ആണ് കാറ്റലൈസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഈച്ച് എൻസൈം ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിസിറ്റി അറ്റ് ഒപ്റ്റിമം, ഈച്ച് ഓൺ ഒപ്റ്റിമം pH. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി pH ഒപ്റ്റിമത്തിൽ നിന്ന് വല്ലാണ്ടങ്ങ് വേരി ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അതേപോലെ ഡീനേച്ചർ ചെയ്യും. പക്ഷെ ഇവിടെയും ടെമ്പറേച്ചർ തമ്മിൽ ഒരു മാറ്റം എന്താണ്? ടെമ്പറേച്ചർ താഴോട്ട് പോവുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ എൻസൈം ഇനാക്റ്റീവ് ആയിട്ട് മാറുകയേ ചെയ്യുള്ളൂ, പെർമനന്റ് ആയിട്ട് ലോസ് ആവില്ല. അതേസമയം ടെമ്പറേച്ചർ റൈറ്റ് സൈഡിലേക്ക് വല്ലാണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഡീനേച്ചർ ചെയ്യും, പെർമനന്റ് ആയിട്ട് ഫംഗ്ഷൻ ലോസ് ചെയ്യും. pH-ന്റെ കേസിൽ അങ്ങനെയല്ല. pH ഒപ്റ്റിമത്തിൽ നിന്ന് ഏത് സൈഡിലേക്ക് ഒരുപാട് മാറിക്കഴിഞ്ഞാലും എന്താവും? എൻസൈം ഡീനേച്ചർ ചെയ്ത് പോകും. അവിടെ ഇനാക്റ്റീവ് ആക്റ്റീവ് എന്നുള്ള അവസ്ഥയില്ല. അപ്പം എക്സ്ട്രീം pH-ല് ഡെഫിനറ്റ്ലി എൻസൈം ഡീനേച്ചേഴ്സ്. അതേസമയം എക്സ്ട്രീം pH നെഗറ്റീവിലേക്കാ പോകുന്നതാണെങ്കിൽ ഇനാക്റ്റീവ് ആവേ ഉള്ളൂ. നമുക്ക് തിരിച്ച് നോർമൽ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നാൽ അത് ആക്റ്റീവ് ആവും. ഓക്കെ, ടെമ്പറേച്ചറിന്റെ കേസിൽ. ഓക്കെ, അതേസമയം ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാലാണ് ഡീനേച്ചർ ചെയ്യുന്നത്. പക്ഷെ pH-ന്റെ കേസിൽ അങ്ങനെയല്ല. pH ആ ഒപ്റ്റിമം pH-ൽ നിന്ന് എക്സ്ട്രീം ആയിട്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഡീനേച്ചറിങ് ദി പ്രോട്ടീൻ. അപ്പം ആ കാര്യം ഓർത്തിരിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. ഇനി സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് എൻസൈം കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിലും. എങ്ങനെയായിരിക്കും? സെയിം ഗ്രാഫ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും. എന്തുകൊണ്ട് അങ്ങനെ പോകുന്നത് നോക്കുക. എൻസൈം നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഇത് എൻസൈം കോൺസെൻട്രേഷൻ ആണെന്ന് കഴിക്കാം. എൻസൈം നിങ്ങൾ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇവിടെ ആരാ കോൺസ്റ്റന്റ്? സബ്സ്ട്രേറ്റ് ആണ്. ഇപ്പൊ 100 സബ്സ്ട്രേറ്റ് ഉള്ള ഒരു മീഡിയത്തിലേക്ക് നിങ്ങൾ 10 എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. 20 എൻസൈം ഒരു നിശ്ചിത ടൈമില് T1-ല് ഓക്കെ 20 എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ T1 തന്നെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? 20 പ്രോഡക്റ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ 101ാമത്തെ എൻസൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? 100 പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാ? അവിടെ സബ്സ്ട്രേറ്റ് തീർന്നു. പിന്നെ നിങ്ങൾ എത്ര എൻസൈം ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, എൻസൈമിനെ ആക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സബ്സ്ട്രേറ്റ് വേണം, എന്നാലേ പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം സബ്സ്ട്രേറ്റ് എല്ലാം കഴിഞ്ഞു ഇതായി പോയി എന്ന് നമ്മൾ പറയില്ലേ, നമ്മളെന്താ പറയുക, തീർന്നു പോവുക അല്ലെ. തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല? എൻസൈമിനെ ആക്ട് ചെയ്യാൻ സബ്സ്ട്രേറ്റ് ഇല്ല. സോ പ്രോഡക്റ്റ് വിൽ നോട്ട് ബി ഫോംഡ്. സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സ്പെസിഫിക് ആയിട്ട് എൻസൈമിന്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും ഡിസ്കസ് ചെയ്യാത്തത്. സബ്സ്ട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണോ അഫക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ. ഇനി എൻട്രൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഗ്രാഫ്, ടെമ്പറേച്ചറിന്റെയും pH-ന്റെയും ഗ്രാഫ്, ഇതിന്റെ ഷേപ്പ് മാറ്റിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ തരും. ഓക്കെ,
ഇനി ഇതിന്റെ സെയിം ഗ്രാഫ് തന്നെ ഗ്രാഫിക്കൽ പാരാമീറ്റേഴ്സ് എക്സും ആക്സിസും വൈ ആക്സിസും മാറ്റി തരും. ഇവിടെ നോർമലി വെലോസിറ്റി ആയിരുന്നു, ഇവിടെ pH തരും, ഇവിടെ വെലോസിറ്റിയും തരും. അപ്പൊ ഇതെന്താണ്? റോങ് ആണ്. കാരണം നോക്കിയാൽ നിങ്ങൾ ഒരേ pH-ൽ 2 റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ, അത് പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ തലയിരിച്ചും ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കണം. ഒരു pH-ൽ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചറിൽ 2 റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി എൻട്രൻസിന്റെ കേസിൽ. അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് ഏത് എന്നുള്ളത്, കറക്റ്റ് ഗ്രാഫ് ഏതാന്നുള്ളത് ചൂസ് ചെയ്യാം. അല്ലാതെ ഈ ഷേപ്പിൽ വരുന്ന എല്ലാ ഗ്രാഫും കറക്റ്റ് ആണ് എന്ന് വിചാരിച്ചേക്കരുത്. എൻട്രൻസ് എക്സാമിന്റെ കേസിലാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എക്സ് ആക്സിസും വൈ ആക്സിസും മെൻഷൻ ചെയ്ത് നോക്കണം. എന്നിട്ട് pH-ൽ ഇപ്പൊ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ pH, ഈ പെർട്ടിക്കുലർ pH-ൽ പെർട്ടിക്കുലർ വെലോസിറ്റി ഓഫ് റിയാക്ഷനേ ഉള്ളൂ, രണ്ടെണ്ണം ഇല്ല. അതേസമയം സെയിം ഗ്രാഫ് ഓക്കെ pH ഇങ്ങനെ തരുന്നതാണെങ്കിലോ നോക്കിയാൽ നിങ്ങൾ ഒരു pH-ൽ 2 വെലോസിറ്റി കാണാം. ക്ലിയർ അല്ലേ? ഇനി ഇതേ ഷേപ്പിലുള്ള ഗ്രാഫ് പക്ഷെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇൻവേർട്ട് ചെയ്തു, അങ്ങനെ വരുമ്പോഴും നോക്കിയേ റോങ് ആണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ടെമ്പറേച്ചറിന്റെയും pH-ന്റെയും കേസിൽ എൻട്രൻസിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഗ്രാഫിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടി ആക്കിയിട്ട് തരും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവണം എന്ന് പറയാണ്. ഓക്കെ, അത് തിങ്ക് ചെയ്തിട്ട് ആക്ട് ചെയ്യണം. അല്ലാതെ ജസ്റ്റ് ഈ ഷേപ്പ് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ പിക്ക് ദ റോങ് വൺ. ഷേപ്പ് അല്ല നമ്മൾ പഠിക്കേണ്ടത്, മറിച്ച് എങ്ങനെയാണ് അതിന്റെ ആക്ഷൻ നടക്കുന്നത് എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗ്രാഫ് നിങ്ങൾ എങ്ങനെ വരച്ചാലും ഒരു കാര്യമില്ല. ഓക്കെ, അപ്പം ഗ്രാഫ് വരക്കുന്നത് എക്സ് ആക്സിസും വൈ ആക്സിസും സ്പെസിഫൈ ചെയ്ത് എങ്ങനെയെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രാഫിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം. So that's it. That is the end of the chapter enzyme and coenzyme. Thank you.